ലോകം എമ്പാടും നിന്നുള്ള തീർത്ഥാടകർ എത്തിച്ചേർന്നിരിക്കുന്ന 82ാമത് ശിവഗിരി തീർത്ഥാടനത്തിൽ നമ്മളെല്ലാം പങ്കെടുക്കുന്നത് അഭിമാനത്തോടും ആഹ്ലാദത്തോടും കൂടിയാണ്. ഗുരുദേവന്റെ ഓർമ്മകൾ പിടിച്ചു നിൽക്കുന്ന ഈ പുണ്യഭൂമിയിൽ എല്ലാവരും തീർത്ഥാടകരായിട്ടാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ആധ്യാത്മികവും ഭൗതികവുമായ ഊർജം നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്നതായി അനുഭവപ്പെടുന്നു. ഈ വർഷത്തെ ശിവഗിരി തീർത്ഥാടനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ രചിച്ച ദൈവ ദശകം എന്ന പ്രാർത്ഥന ഗീതത്തിന്റെ 100ാം രചന വാർഷികം കൂടിയാണ്. 10 ശ്ലോകങ്ങൾ ഉൾപ്പെടുന്ന ഈ പ്രാർത്ഥനാ ഗീതം 100 വർഷം പിന്നിടുമ്പോഴും ആലപിക്കപ്പെടുകയും ആധ്യാത്മിക തേജസ് ഉണർത്തുകയും ചെയ്യുന്നു. ഗുരുദേവൻ തന്റെ ദർശനങ്ങളെ കോർത്തിണക്കി ലളിതമായ ഭാഷയിൽ രചിച്ചിട്ടുള്ള ഈ പ്രാർത്ഥന സമൂഹ പ്രാർത്ഥനയ്ക്കായി വളരെ വ്യാപകമായി ഉപയോഗിക്കും. ലോകത്തിലെ എല്ലാ ചലചലങ്ങളെയും കാത്തുപോകണേ എന്ന അപേക്ഷയോടുകൂടി തുടങ്ങുന്ന ഈ ഗീതം അവസാനിക്കുന്നത് എല്ലാവർക്കും സുഖം പ്രദാനം ചെയ്യണമേ എന്ന പ്രാർത്ഥനയോടെയാണ്. ഒരു നൂറ്റാണ്ടിനിടയിൽ കോടിക്കണക്കിന് ജനങ്ങൾക്ക് ഈശ്വര സാക്ഷാത്കാരം കൈവരിക്കാനും അവർക്ക് സുഖവും ക്ഷേമവും പകർന്നു കൊടുക്കാനും ഈ പ്രാർത്ഥനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിന്റെ ആധ്യാത്മിക പൈതൃകത്തിലെ സുവർണ മൂലാണ് ദൈവദശകം. കൗതി എന്ന നിലയിലും പ്രാർത്ഥന എന്ന നിലയിലും ഉന്നതമായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ദൈവദശക ശതാബ്ദി ചടങ്ങ് ശിവഗിരിയിൽ സംസാരിക്കുകയായിരുന്നു. അതിന്റെ തത്സമയ സംപ്രേഷണമാണ് കണ്ടത്. ഇനി സ്പോർട്സ് വാർത്തകളിലേക്ക്.